ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് ന്യൂ നമ്പേഴ്സ്. ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസൊക്കെയാണ് നമ്മളിതിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്ററാണ്, 6ാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ്. അപ്പോൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്, പക്ഷെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. നമുക്ക് ഇപ്പോൾ 9th-ലേക്കായാലും 10th-ലേക്കായാലും ഇനി അങ്ങോട്ട് നമുക്ക് നല്ലൊരു ബേസ് വേണ്ട ഒരു ചാപ്റ്ററാണ്, അതായത് ബേസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളത് നന്നായി മനസ്സിലാക്കുക തന്നെ വേണം, എന്നാലേ നമുക്ക് ഇനി അടുത്ത കൊല്ലത്തേക്കൊക്കെ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പല ചാപ്റ്റേഴ്സും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ഡീറ്റെയിൽ ആക്കാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിൽ കുറേ സൈനുകളാണ്, അതായത് പ്ലസ്സുകൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനൊക്കെ സൈനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവില്ല, ഞാൻ എക്സാമ്പിളുകൾ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാലോ, 1ൻ്റെ കൂടെ 1 കൂട്ടി എത്രയാണ്? 1 + 1 2 ആണല്ലേ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ 10 + 11 എത്രയാണ്? 10 + 11 എന്ന് പറയുമ്പോൾ 21. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം അല്ലേ. ഇനി 10 - 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 അല്ലേ. നമുക്കറിയാം 10ൽ നിന്ന് 9 കുറച്ചാൽ 9 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 12 - 3 എത്രയാണ്? അപ്പോൾ നമുക്കറിയാം 9 ആണെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല അല്ലേ. ഇവിടെ നോക്കിയേ, കൂട്ടൽ നമുക്ക് തീരെ പ്രശ്നമില്ല. ഏത് നമ്പർ വന്നാലും നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ്, 2 നമ്പറുകളും പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പുറത്ത് കിട്ടുന്ന നമ്പറും പോസിറ്റീവാണ്. അപ്പം നമ്മൾ 1 + 1 = 2 എന്ന് എഴുതി അല്ലേ. ഇതിൽ ഈ 1ൻ്റെ സൈൻ എന്താ? ഇവിടെ ഒന്നും എഴുതിയില്ലെങ്കിലും നമ്മളതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കാറ് അല്ലേ. ഇവിടെ ഈ 1ൻ്റെ സൈൻ ഈ പ്ലസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് തന്നെയാണ്. ഇവിടെയും നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല ഇതിൻ്റെ സൈൻ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ +2, അതായത് ഇങ്ങനത്തെ ഒന്നും എഴുതിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അവിടെ അതിനെ പോസിറ്റീവ് സൈൻ ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3, 2, 4 ഇങ്ങനെ നമ്മൾ ഏത് നമ്പർ എഴുതിയാലും 15, 124 ഇതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സാണ് അല്ലേ. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പോൾ -2 അല്ലെങ്കിൽ -5, -132 ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സാണ്. എന്ന് വെച്ചാൽ ആ നമ്പറിൻ്റെ സൈൻ എന്താണ്? മൈനസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോസിറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ പ്ലസ്, അതായത് ഇവിടെ എഴുതിയില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അവിടെ എന്തുണ്ടെന്നാണ്? പ്ലസ് സൈൻ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സാണ്. നെഗറ്റീവ് നമ്പേഴ്സിന് എന്തായാലും നമ്മൾ നെഗറ്റീവ് എഴുതും അല്ലേ, അല്ലെങ്കിൽ നമ്മളത് പോസിറ്റീവാണെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവ് നമ്പേഴ്സാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ലൈൻ അറിയാലോ. എങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുക? ഇപ്പോൾ മിഡിലിൽ നമ്മൾ 0 വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോവില്ലേ നമ്പേഴ്സ്. ഇനി ബാക്കിലേക്കാണെങ്കിലോ -1, -2, -3, -4 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും അല്ലേ, ഇൻഫിനിറ്റി വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സാണ് അല്ലേ, നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെയോ പോസിറ്റീവ് നമ്പേഴ്സാണ്, പോസിറ്റീവ് നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളതിനൊരു ബേസിക്കായിട്ടൊരു ട്രിക്ക് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പഠിക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് പഠിക്കാം.
അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് എക്സസൈസിൻ്റെ മുന്നിൽ തന്നെയായിട്ട് മുന്നിലത്തെ പേജിലായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിവിടെ എഴുതാം. 2 - 3 ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3 - 5. അടുത്തത് 12 - 19. പിന്നെ കൊടുത്തിട്ടുള്ളത് 3 - 3.5. പിന്നെ 1 - 4.5. ഓക്കെ, അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട്, ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നോക്കിയേ, 2 - 3. നോക്ക്, 2 ചെറിയ നമ്പറാണ്, 3 ആണെങ്കിൽ വലിയ നമ്പർ. അതായത് നമുക്കൊരു ചെറിയ നമ്പറിൽ നിന്നാണ് വലിയ നമ്പർ മൈനസ് ചെയ്യേണ്ടത് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കാം, ഒരു നമ്പർ പ്ലസ്സും ഈ 3യുടെ സൈൻ മൈനസ് അല്ലേ, ഈ മൈനസ് ഈ 3യുടെ ആണ്. ഓക്കെ, ഒരു നമ്പർ പ്ലസ്സും ഒരു നമ്പർ മൈനസും ആണെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്, വലിയ നമ്പറിൽ നിന്ന് വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, വലിയ ആളുടെ ചിഹ്നം ഇട്ട് കൊടുക്കുക. സബ്ട്രാക്ട് സ്മോൾ നമ്പർ ഫ്രം ദ ബിഗ് വൺ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ബിഗ് വൺ. അപ്പോൾ ഇവിടുത്തെ ആരാ ബിഗ് വൺ? 3 അല്ലേ. അപ്പോൾ 3ന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബിഗ്ഗിന്ന് ഞാൻ സ്മോളിനെ മൈനസ് ചെയ്യാൻ പോവാം. ബിഗ് ആരാ? 3ന്ന് ഞാൻ 2 മൈനസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇനി ഇതിനൊരു ചിഹ്നം കൊടുക്കണ്ടേ? അതേതാ കൊടുക്കേണ്ടത്? വലുതിൻ്റെ ചിഹ്നം, അതായത് ബിഗിൻ്റെ ചിഹ്നമാണ് നമ്മൾ കൊടുക്കുക. ബിഗിൻ്റെ ചിഹ്നം ഏതാ? -1. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, 2ന്ന് 3 കുറച്ചാൽ തന്നെ നമുക്കത് ഈസി അല്ലേ, 2 -1 കിട്ടുമല്ലോ, നമുക്ക് ചെറിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ വലിയ നമ്പറുകൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഇപ്പോൾ തന്നെ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടും ഡിഫറെൻറ്റ് സൈനാണ് വരണമെങ്കിൽ, ഡിഫറെൻറ്റ് സൈനാണ് നമ്പറുകൾ വരണമെങ്കിൽ, സൈൻ നമ്പേഴ്സ് വരികയാണെങ്കിൽ, അതായത് ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും, എന്നുവെച്ചാൽ ഒന്ന് പോസിറ്റീവ് നമ്പറും ഒന്ന് നെഗറ്റീവ് നമ്പറും വന്നാൽ ബിഗ് മൈനസ് സ്മോൾ, നിങ്ങൾ സൈൻ ഒന്നും നോക്കണ്ട, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, പുട്ട് സൈൻ ഓഫ് ബിഗിൻ്റെ സൈൻ ആ ആൻസറിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ 3 - 5, ഇതും ചെറുതെന്ന് വലുത് കുറയ്ക്കലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ വലിയ നമ്പർ ബിഗ് നമ്പർ 5ന്ന് 3 കുറച്ചാൽ 2. ഇനി ബിഗിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ 3ക്ക് പ്ലസ്സും 5നുമാണ് മൈനസ് സൈൻ, അപ്പോൾ വലുതിൻ്റെ ചിഹ്നം മൈനസ്, അപ്പോൾ ഇവിടെ -2. ഓക്കെ, ഇനി ഇതും അതെ, ചെറുതിന്ന് വലിയ നമ്പറാണ് കുറയ്ക്കാൻ തന്നേക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലിയ ആളുടെ ചിഹ്നം ഇട്ട് കൊടുക്കും. വലുതാരാണ്? 19ന്ന് 12 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 7 കിട്ടും. ഇനി ഇത് പ്ലസ്സും ഇത് മൈനസും അല്ലേ, അപ്പോൾ വലിയ ആളുടെ ചിഹ്നം ഏതാ? മൈനസ്, അത് അയാൾക്ക് ഇട്ട് കൊടുക്കുക ആൻസറിന്. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാമല്ലോ. നോക്കിയേ, 3ന്ന് 3.5 കുറയ്ക്കുക. 3.5 വലുതല്ലേ, 3നേക്കാളും വലുത് 3.5 അല്ലേ. അപ്പോൾ നമ്മൾ 3.5ന്ന് 3 കുറയ്ക്കും, എന്നുവെച്ചാൽ വലുതിന്ന് ചെറുത് കുറയ്ക്കും. അപ്പോൾ എത്രയായി? അര അല്ലേ. 3.5ന്ന് 3 പോയി അരയാന്ന് നമുക്കറിയാം, ഇതങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അര കിട്ടി. ഇനി വലിയ ആളുടെ ചിഹ്നം ഏതാ? 3.5 വലുത്, അതിൻ്റെ ചിഹ്നം മൈനസാണ്. 3ൻ്റെ ചിഹ്നം ഇവിടെ ഒന്നും ഇടാത്ത കാരണം അത് പ്ലസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആരുടെ ചിഹ്നം കൊടുക്കണം? വലിയ നമ്പറിൻ്റെ ചിഹ്നമായിട്ടുള്ള മൈനസ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നോക്കിയേ, 1ന്ന് 4.5 കുറയ്ക്കണം. 1 - 4.5, അപ്പോൾ 4.5 വലുതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതിന്ന് ചെറുത് കുറയ്ക്കും. അപ്പോൾ 4.5ന്ന് 1 കുറച്ച് എത്രയാണ്? 3.5 അല്ലേ. അതൊക്കെ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വലിയ ആളുടെ സൈനാണ് ഇടേണ്ടത്. 3.5ക്ക് ഒരു സൈൻ കൊടുക്കണ്ടേ, പ്ലസ് വേണോ മൈനസ് വേണോ, അതാരോ നോക്കി നമ്മൾ തീരുമാനിക്കണം. വലിയ ആളുടെ ചിഹ്നം മൈനസാണ്, ഇവിടെ ഇയാളുടെ ചിഹ്നം പ്ലസ്സാണ്, അപ്പോൾ വലിയ ആളുടെ ചിഹ്നം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി കുറച്ച് പ്രോബ്ലംസ് കൂടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് തറവായിക്കോളും. നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഈ പ്രോബ്ലംസാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയേ, നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ്. ഇത് 3 - 2 ആണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറയ്ക്കാൻ 3 - 2 കുറച്ചാൽ 1 ആണെന്നറിയാം. അപ്പോൾ അതിലും നമ്മൾ ഈ പഠിച്ച റൂൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോക്കിയേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വലുതാരാ? 3. ചെറുത് കുറച്ചു, 3 - 2 കുറച്ചാൽ 1. വലിയ ആളുടെ ചിഹ്നം ഏതാ? ഇവിടെ -2 എന്ന് പറയുന്നത്, ഈ മൈനസ് ഈ 2ൻ്റെയും ഇവിടെ ഒന്നും എഴുതാത്തതുകൊണ്ട് ഇവിടെ +3 ആണ്. അപ്പോൾ വലിയ നമ്പറിൻ്റെ ചിഹ്നം പ്ലസ് അല്ലേ, അപ്പോൾ ഇവിടെയും പ്ലസ്. അപ്പോൾ അത് പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എഴുതാറില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു റൂള് നമുക്ക് ഇതിലും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ റൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ഏത് പ്രോബ്ലം വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി 5 - 3 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് സാധാരണ കുറയ്ക്കണ പോലെ 5 - 3 കുറച്ചാൽ 2 നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പഠിച്ച റൂൾ എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വലിയ നമ്പർ 5, അതിൽ നിന്ന് നമ്മൾ 3 ചെറിയ നമ്പർ കുറയ്ക്കുന്നു, 2 കിട്ടി. വലിയ നമ്പറിൻ്റെ ചിഹ്നം നമ്മൾ ഇതിന് കൊടുക്കുന്നു. വലിയ നമ്പറിൻ്റെ ചിഹ്നം +5ൻ്റെ പ്ലസ് ആണ്, അതിവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് സാധാരണ നമ്മൾ ഈ ചിഹ്നങ്ങൾ പ്ലസിൻ്റെ എഴുതാറില്ല, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാത്തത് കേട്ടോ. ഇനി അപ്പോൾ ഇത് ഞാൻ ഇനി പറയണില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ റൂള്. 19 - 12 കുറച്ച് 7 ആണെന്ന് നമുക്കറിയാം. നിങ്ങളങ്ങനെ തന്നെ ചെയ്താൽ മതി. 3 - 3 കുറച്ചാലോ 1/2 അല്ലേ. 3 നിങ്ങൾക്ക് 3.5 മാർക്ക് കിട്ടിയെന്ന് 3 മാർക്ക് ടീച്ചർ കുറച്ചു, അപ്പോൾ എത്രയായി? 1/2. 4 1 കുറച്ചാലോ 4 1 കുറച്ചാൽ 3.5. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ സൈനുകൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു റൂള്, ബിഗ് - സ്മോൾ പുട്ട് സൈൻ ഓഫ് ബിഗ്, ഈ ഒരു റൂള് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇങ്ങനെ റൂളൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാനും ഈസി ആയിട്ട് മനസ്സിലാക്കി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 120 - 134. അപ്പോൾ ഇത് ചെയ്യാൻ വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസ് സൈനും ആണല്ലേ. അപ്പോൾ ഈ റൂൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി. എന്താ? വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അതായത് വലിയ നമ്പർ ആരാ? ഇതാണ് ബിഗ്, ഇതാണ് സ്മോള്. അപ്പോൾ 134 120 അങ്ങോട്ട് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 14 കിട്ടും. അപ്പോൾ ഞാൻ 14 എഴുതി. ഇനി ഇയാൾക്ക് ഈ പ്ലസ് കൊടുക്കണോ മൈനസ് കൊടുക്കണോ എന്നല്ല നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആരാണോ ബിഗ് അയാളുടെ സൈൻ എടുത്ത് കൊടുത്താൽ മതി. ഇതിലാരാ ബിഗ്? 134, അയാളുടെ സൈൻ മൈനസ് അല്ലേ, അത് ആൻസറിന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഏത് വന്നാലും കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. എക്സസൈസ് ചെയ്യണേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. -150 + 132 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കേ. അപ്പോഴോ ഇവിടെ നോക്കിയാൽ ഈ മൈനസ് ഈ ഫ്രണ്ടിൽ കൊടുത്തു, ഇയാൾക്ക് പ്ലസ് കൊടുത്തു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ നമ്പറിന് പ്ലസ്സും ഈ നമ്പറിന് മൈനസും ആണ്, അതായത് ഡിഫറൻറ്റ് സൈനാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഈ റൂൾ യൂസ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പം നമ്മൾ 2 ചിഹ്നമാണ് വരുന്നതെങ്കിൽ ഇത് അഡീഷനോ സബ്ട്രാക്ഷനോ ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ 2 നമ്പറിലാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, അതായത് 2 ചിഹ്നങ്ങളിൽ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ബിഗ് നമ്പറിന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യുക, ബിഗ് മൈനസ് സ്മോൾ. അപ്പോൾ എന്താ? 150 നിങ്ങൾ 132 മൈനസ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 8. ഇവിടെ നമ്മളിങ്ങനെ ബോറോ ചെയ്യും അല്ലേ. അപ്പോൾ 18 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ബിഗിൻ്റെ സൈൻ ഇടുക. ഇതിലാരാ ബിഗ്? 150 അല്ലേ, അതിൻ്റെ സൈൻ എന്താ? മൈനസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. മൈനസ് ആദ്യം എഴുതി അല്ലെങ്കിൽ മൈനസ് രണ്ടാമത് എഴുതി, അതൊന്നും പ്രശ്നമില്ല. നിങ്ങളെന്താണ് 2 ഡിഫറൻറ്റ് സൈനാണെങ്കിൽ, നമ്പേഴ്സ് തമ്മിൽ 2 ഡിഫറൻറ്റ് സൈനാണ് നിങ്ങൾക്ക് ചെയ്യാൻ വന്നത് എങ്കിൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ, ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ആഡ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. മറ്റേത് ഇങ്ങനെയാണെങ്കിലോ, ഇത് നോക്കൂ, ഇത് സബ്ട്രാക്ഷനാണ്. 132 - 150 അത് നിങ്ങൾക്കറിയാലോ, ഇത് സബ്ട്രാക്ഷനാണ്. പക്ഷെ ഒരാൾ പ്ലസ്സും ഒരാൾ മൈനസും ആണ്. അപ്പം നമ്മുടെ റൂൾ ഉപയോഗിക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുതാരാ? 150, 150 - 132 കുറയ്ക്കാം, 18 കിട്ടും. വലിയ ആളുടെ ചിഹ്നം ഏതാ? മൈനസ്. ഓക്കെ, അതായത് ഇയാൾ ഇപ്പുറത്തെ എഴുതിയാലും ഇയാൾ ഇപ്പുറത്തെ എഴുതിയാലും ഒന്നും പ്രശ്നമല്ല. ഇത് സബ്ട്രാക്ഷൻ, ഇത് അഡീഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പറുകൾക്ക് ചിഹ്നങ്ങൾ നോക്കുക, സൈനുകൾ ഡിഫറൻ്റ് ആണോ നോക്കുക. അതിൽ അഡീഷനോ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അഡീഷനോ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ
വന്നിട്ടുള്ളതെങ്കിൽ ഡിഫറെൻറ്റ് സൈനാണ് നമ്പേഴ്സിനെങ്കിൽ നിങ്ങൾ ബിഗ് നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, സ്മോൾ നമ്പർ മൈനസ് ചെയ്യാം, ബിഗ് നമ്പറിൻ്റെ സൈൻ ആൻസറിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിനി ഫസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റത്തെ പ്രോബ്ലം ഇതാണ്, 4 - 9. അപ്പോൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാനാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്കതൊന്നും പ്രശ്നമില്ല, നമുക്കതെന്താണ് +4ഉം -9ഉമാണ്. രണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള നമ്പറുകൾ തമ്മിൽ കുറയ്ക്കാനോ കൂട്ടാനോ സബ്ട്രാക്ഷനോ അഡീഷനോ ഏതായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ സബ്ട്രാക്ഷനാണ് അല്ലേ. അപ്പോൾ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണ്. ഒരു നമ്പറിൻ്റെ സൈൻ പ്ലസ്, ഒരു നമ്പറിൻ്റെ സൈൻ മൈനസ്. അപ്പം ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി. അപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷനോ അത് നമുക്ക് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ നോക്കുക. ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആണെങ്കിൽ നമ്മൾ പഠിച്ച റൂള് യൂസ് ചെയ്യുക. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 5 കിട്ടും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ചെയ്യുക, എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചതാണ്, ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, 9ൽ നിന്ന് 4 കുറയ്ക്കുക, അപ്പോൾ 5. ഇനി വലിയ സംഖ്യ ഏതാണ്, അതിൻ്റെ സൈൻ ഏതാ, മൈനസ്, അത് ആ ഉത്തരത്തിന് കൊടുക്കുക, ആൻസറിന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി -5. സിമ്പിൾ അല്ലേ. ഇനി സെക്കൻഡ് പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 14, 14 - 29. ഇവിടെ എന്താണ്, ഒരാൾ പ്ലസ്സും ഒരാൾ മൈനസും ആണ്, സബ്ട്രാക്ഷനാണ് അല്ലേ. എന്നുവെച്ചാൽ നടുക്കത്തെ സബ്ട്രാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ നമ്മളിതിൽ എന്ത് നോക്കിയാൽ മതി, വലിയ നമ്പർ നോക്കുക. അപ്പോൾ 29, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ ചെറിയ നമ്പറിനെ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 15 എഴുതി. ഇനി വലിയ നമ്പർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഏത് സൈനാണ് കൊടുക്കേണ്ടത് നോക്കണം. വലുതിൻ്റെ സൈൻ ഏതാ അത് കൊടുക്കുക. വലുത് 29 അല്ലേ, അതിൻ്റെ സൈൻ മൈനസ് അല്ലേ, അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് പ്രോബ്ലം എന്താ, 5 - 10. അപ്പോൾ എത്രയാണ്, ഇതിലാരാണ് വലുത്, വലിയ നമ്പർ 10 ആണല്ലേ. അപ്പോൾ 10ൽ നിന്ന് നമ്മൾ 5 മൈനസ് ചെയ്യാം, അപ്പോൾ നമുക്ക് 5 കിട്ടും. അപ്പോൾ ആൻസർ 5 ആണ്, പക്ഷേ വലിയ നമ്പറിൻ്റെ സൈൻ മൈനസ് അല്ലേ, അത് കൊടുക്കണം, അല്ലെങ്കിൽ ആൻസർ തെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ബിഗ് മൈനസ് സ്മോൾ നമ്പർ, ബിഗ് നമ്പർ മൈനസ് സ്മോൾ നമ്പർ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ബിഗ് നമ്പർ. ഇതാണ് നമ്മുടെ റൂള്. ഇനി അടുത്തത് ഫോർത്ത് വൺ, 25 - 65. ഇവിടെ നോക്കൂ, +25ഉം -65ഉം. അപ്പോൾ എന്താ, രണ്ടും ഡിഫറൻസ് സൈനാണല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, വലിയ നമ്പർ ബിഗ് നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്മോൾ നമ്പർ അങ്ങോട്ട് മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 40 ആയി അല്ലേ. അപ്പോൾ 40 കിട്ടി. ഇനി ആയിട്ടില്ല, ബിഗ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബിഗ് നമ്പറിൻ്റെ സൈൻ ഏതാ, മൈനസ്, അപ്പോൾ മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മുടെ ആൻസർ എന്ത് കിട്ടി, -40 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് പ്രോബ്ലം തന്നിരിക്കുന്നത് ഹാഫ് 1/2 - 3/4. അപ്പോൾ ഇത് നോക്കിയേ, നമുക്ക് എൽ സി എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല, കാരണം നമുക്കിത് മൈൻഡിൽ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഹാഫ് അല്ലേ 1/2 എന്ന് പറഞ്ഞാൽ, 3/4 എന്ന് പറഞ്ഞാലോ, നമുക്ക് 3/4 മാർക്കൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ ഷീറ്റിൽ പരീക്ഷാ പേപ്പറിലൊക്കെ കിട്ടാറുള്ള മാർക്കല്ലേ, അതായത് 3.5, 4.5 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം 3/4 അതുപോലെ തന്നെ അരയും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസാണ്, ഹാഫും 3/4. അപ്പോൾ 3/4 അല്ലേ, അതല്ലേ നമ്മൾ 3/4 എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആരാ വലുത്, അരയാണോ അതോ 3/4 ആണോ, 1/2 ആണോ 3/4 ആണോ വലുത്, ഇയാളാണ് വലുത് അല്ലേ. അപ്പോൾ ഇയാൾക്ക് പ്ലസ് സൈനാണ്, ഇവിടെ ഇട്ടില്ലെങ്കിലും പ്ലസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നോക്കൂ, ഒരു 3/4 ഒരു ഹാഫ് പോയി എത്രയാണ്, നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ മാർക്കൊക്കെ കൂട്ടി ടീച്ചേഴ്സിൻ്റെ നിന്ന് വാങ്ങാറുള്ളതല്ലേ, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് നമുക്കറിയാം 1/4 ആണ് അല്ലേ. അതായത് ഒരു ഹാഫിൻ്റെ കൂടെ ഒരു 1/4 കൂട്ടുമ്പോഴേ നമുക്ക് 3/4 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3/4 എന്ത് കുറയ്ക്കാം, ഞാൻ പറഞ്ഞു രണ്ടും ഡിഫറൻസ് സൈനാകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണമെന്ന്. വലിയ നമ്പർ ഇവിടെ 3/4 ആണ്. 3/4 ഒരു ഹാഫ് കുറച്ചാൽ നമുക്ക് 1/4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ആരുടെ വലിയ സൈൻ, ഇതല്ലേ വലുത് 3/4, അതിൻ്റെ സൈൻ മൈനസ് അല്ലേ, അപ്പം -1/4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ലാസ്റ്റ് 6th പ്രോബ്ലം തന്നിരിക്കുന്നത് ചെയ്ത് നോക്കാം. 6th പ്രോബ്ലം തന്നിരിക്കുന്നത് 1/3 - 1/2. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക്
എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് വയ്ക്കുക. ഇതിൽ ആരാണ് വലുതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1/3 ആണോ 1/2 ആണോ വലുതെന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്യാം. ഇതിന് ഈക്വൽ ഫ്രാക്ഷൻ ആക്കാനായിട്ട് എന്താ ചെയ്യുക, രണ്ടിനെയും അടിഭാഗത്ത് ഒരേ നമ്പർ വരുത്തിയാൽ മതി അല്ലേ. അതായത് 3 × 2 6 എടുത്താൽ രണ്ടിൻ്റെയും നമുക്ക് ഇതിനെ 6 ആക്കുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തത് 6 ആയി. അപ്പോൾ മുകളിൽ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇത് 2/6 ആയി. മൈനസ് ഇതോ, ഇതിനെ 6 അടിയിൽ വരുത്തണമെങ്കിൽ ഇവിടെ 6 അടിയിൽ വരുത്തണമെങ്കിൽ ഇവിടെ 3 കൊണ്ടും ഇവിടെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ 6 കൊണ്ട് നമ്മൾ 3 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ 1 × 3 3, 2 × 3 6. അപ്പോൾ നോക്കി രണ്ടിൻ്റെ അടിയിൽ 6 ആയി. മുകളിൽ ആരാ 2ഉം ഇവിടെ 3ഉം. അപ്പോൾ ഇതിൽ ആരാ വലുത്, 3/6 ആണ് വലുത് അല്ലേ. അപ്പോൾ 3/6 ആണ് വലുത്. അപ്പോൾ ഇതിൽ നിന്ന് വേണം ഇത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ 3/6 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 2/6 കുറയ്ക്കാം. അപ്പോൾ 3/6 നിന്ന് 2/6 കുറച്ച് എത്രയാണ്, 3/6 മൈനസ് 2/6 എന്ന് പറഞ്ഞാൽ 1/6. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ ആൻസർ 1/6 ആണ്. വലിയ ആളുടെ ചിഹ്നം ഇതാണോ വലുത്, ഇതാണ് വലുത് അല്ലേ. 3/6 ആണ് ബിഗ് നമ്പർ, അതിൻ്റെ സൈൻ മൈനസ് അല്ലേ. അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കാം. ആൻസർ -1/6. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രാക്ഷൻ വരുമ്പോൾ ഈ 1/3 1/2 എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഏതാണ് ബിഗ് എന്ന് മനസ്സിലായില്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ ഏതാണോ വലിയ നമ്പർ അതായിരിക്കും ബിഗ് നമ്പർ. അതിൽ നിന്ന് മറ്റേത് കുറച്ച് ബിഗ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കുറച്ചും കൂടെ പ്രോബ്ലംസ് നമുക്കിതിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് പേജ് നമ്പർ 99 വരുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് കൊടുത്തിരിക്കുന്നത് -4 + 9 എന്നാണ്. ഓക്കെ, അപ്പോൾ -4 + 9. അപ്പോൾ നമ്മുടെ റൂൾ ഉപയോഗിച്ചാൽ മതി, യാതൊരു ടെൻഷനും വേണ്ട. എന്താ നമ്മുടെ റൂള്, ഒരു സംഖ്യ അത് ആദ്യം പ്ലസ്സോ മൈനസോ എന്ത് നിങ്ങൾ വന്നാലും നിങ്ങൾക്കത് കുഴപ്പമില്ല. നമ്മൾ പഠിച്ച ആ ഒരു റൂള് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് വലുത് ഏതാണ് നോക്കുക, അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലിയ നമ്പർ ഏതാ, 9. 9ൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചേ, 9ന് 4 കുറച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 5 കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, 5 ആണ്. ഇനി ഏത് സൈൻ ഇടണ്ടേ, വലുതിൻ്റെ സൈൻ. വലുതിൻ്റെ സൈൻ ആരാ, പ്ലസ് അല്ലേ. വലിയ നമ്പർ 9 അല്ലേ, അതിൻ്റെ സൈൻ പ്ലസ് അല്ലേ. അപ്പോൾ +5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മളിന്ന് വലുതും ചെറുത് കുറച്ചതെന്ന് വെച്ചാൽ രണ്ടും ഡിഫറെൻറ്റ് സൈനുള്ള നമ്പറുകളാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് 9 - 4 എന്നാണ് വരിക അല്ലേ. ഇത് തിരിച്ചിടുമ്പോൾ 9 - 4, അപ്പോൾ നമുക്ക് കറക്റ്റ് 5 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച റൂള് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് നെഗറ്റീവ് വരെ ഫസ്റ്റ് പോസിറ്റീവ് വരെ എന്തെങ്കിലും ആയിക്കോട്ടെ, രണ്ട് നമ്പറുകൾക്ക് ഡിഫറൻറ്റ് സൈനാണ് വന്നതെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ വലിയ നമ്പർ ബിഗ് മൈനസ് സ്മോൾ ദെൻ പുട്ട് ദ സൈൻ ഓഫ് ബിഗ്. ഓക്കെ, ആ ഒരു റൂൾ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് -9 + 4 എന്ന്. ഇവിടെയും നിങ്ങൾ 4 ആദ്യം വന്നു, അതിന് പ്ലസ്സാണ്, 9 പിന്നെ അതിന് മൈനസാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വലിയ നമ്പറിൽ നിന്ന് രണ്ടും ഡിഫറൻറ്റ് സൈനാണോ നോക്കുക. രണ്ടും ഡിഫറൻറ്റ് സൈൻ അല്ലേ. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ബിഗ് മൈനസ് സ്മോൾ, പുട്ട് സൈൻ ഓഫ് ബിഗ്. ഓക്കെ, പുട്ട് ദ സൈൻ ഓഫ് ബിഗ്. ഈ ഒരു റൂള് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, രണ്ടും ഡിഫറൻറ്റ് സൈനുകളാണെങ്കിൽ കേട്ടോ, അഡീഷനിലോ സബ്ട്രാക്ഷനിലോ. അപ്പോൾ ഇതിൽ ആരെ വലുത്, 9. 9ൽ നിന്ന് നിങ്ങൾ ഈ 4 കുറച്ചോളൂ. 9ൽ നിന്ന് 4 കുറച്ച് നമുക്ക് 5 കിട്ടി. ഇവിടെ വലുതിൻ്റെ ചിഹ്നം ഏതാ, -5 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ, ഇതെങ്ങനെയാണ് -5 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നേരത്തെ +5 കിട്ടിയത്. അപ്പോൾ നിങ്ങൾ നേരത്തെ +5 കിട്ടിയത്, 9 ഇപ്പുറത്ത് വന്നു, 4 അപ്പുറത്ത് വന്നു, അങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക, രണ്ടും ഡിഫറൻറ്റ് സൈനാണോ നമ്പറുകൾക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, വലിയ നമ്പറിൻ്റെ സൈൻ നമ്മളവിടെ ആൻസറിന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി തേർഡ് പ്രോബ്ലം ഇതുപോലെ ചെയ്ത് നോക്കാം. നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പറഞ്ഞു നോക്ക് കേട്ടോ, തന്നെ ചെയ്ത് നോക്ക് കിട്ടുന്നുണ്ടോ എന്ന്. മൂന്നാമത്തെ നോക്കിയേ, -15 + 8 അല്ലേ. അപ്പോൾ നോക്കിയേ,
ഇത് ഒരാൾക്ക് മൈനസും ഒരാൾ പ്ലസ്സും ആണ്, രണ്ടും ഡിഫറൻറ്റ് സൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂൾ പ്രയോഗിച്ചോ, എങ്ങനെയാണ് വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 15 നിന്ന് 8 കുറയ്ക്കുക. അപ്പോൾ 15 നിന്ന് 8 കുറച്ച് എത്രയാണ്, നമുക്കറിയാം 7 ആണല്ലേ. കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുറച്ച് നോക്കാം കേട്ടോ. 15 നിന്ന് 8 കുറച്ച് 7 ആണ്. അപ്പോൾ നമുക്ക് 7 കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, വലിയ ഇയാൾക്ക് ചിഹ്നം ഏതാണെന്ന് നോക്കണ്ടേ, വലിയ നമ്പറിൻ്റെ ചിഹ്നമാണ് ഇടേണ്ടത്. വലിയ നമ്പർ 15 ആണ്, അതിൻ്റെ ചിഹ്നം മൈനസാണ്, അപ്പോൾ മൈനസ് കൊടുത്തു. ഓക്കെ, സെറ്റല്ലേ. ഇനി അടുത്തത് ഫോർത്ത് വൺ ചെയ്യാം. ഫോർത്ത് വൺ എന്താ, ഫോർത്ത് പ്രോബ്ലം നിങ്ങൾക്ക് തന്നിരിക്കുന്ന -8ഉം +15ഉം. ഇവരിങ്ങനെ ഇതിനെ തിരിച്ചാണ് നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ കൺഫ്യൂഷൻ വരുന്നതെന്നൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, രണ്ടും ഡിഫറൻറ്റ് സൈനാണോ നോക്കുക. ഡിഫറൻറ്റ് സൈനാണെങ്കിൽ വലിയ നമ്പർ എടുക്കുക, അതിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, വലിയ നമ്പറിൻ്റെ സൈൻ ആൻസറിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, വലിയ നമ്പർ ആരാ അതിൽ, രണ്ടാളും ഡിഫറൻറ്റ് സൈനാണോ നോക്കണം ആദ്യം. ഇത് പ്ലസ്സും ഇത് മൈനസും ആണ്, അപ്പോൾ ഡിഫറൻറ്റ് സൈനാണ്. അപ്പോൾ നമ്മുടെ ഈ റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കി, വലിയ നമ്പറിൻ്റെ 15, അതിന് 8 കുറയ്ക്കാം, അപ്പോൾ 7 തന്നെ കിട്ടും. വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറച്ചു. ഇനി ആരുടെ സൈനാണ് കൊടുക്കേണ്ടതില്ലേ, വലിയ ആൾ 15 അല്ലേ, അയാളുടെ സൈൻ പ്ലസ്, അപ്പോൾ പ്ലസ്, ഇവിടെ +7 ആയി. ഓക്കെ, അപ്പോൾ സെറ്റായില്ലേ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അഞ്ചാമത്തെ പ്രോബ്ലം, ഫിഫ്ത്ത് പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്ന -1/2 + 3/4 എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഈ രണ്ട് നമ്പറുകൾ വന്ന് കണ്ടതാണ് അല്ലേ. അപ്പം നമുക്ക് അതൊന്നും നമ്മളിവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്സും ആണ്. ഓക്കെ, വലുതാരാ, ഇയാളാണോ വലുത്, ഇയാളാണ് ബിഗ് കേട്ടോ, ഇയാൾ സ്മോളാണ്. കാരണം നമുക്ക് മാർക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മുക്കാലാണിത് 3/4. ആരാന്ന് പറഞ്ഞാൽ അര മാർക്ക് അല്ലേ. അപ്പോൾ ആരെയാണ് മുക്കാൽ വലുത്, മുക്കാലല്ലേ വലുത്, മുക്കാൽ. ഈ മുക്കാലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വലുതിന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ വലുതിന് ചെറുത് കുറച്ചേ, മുക്കാലിൽ നിന്ന് അര കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കാല് അല്ലേ, കാല് കിട്ടും. എന്നുവെച്ചാൽ 1/4 കേട്ടോ, ക്വാർട്ടർ. ഇനി വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലുതിൻ്റെ ഇതിലാരാ വലുത്, 3/4, അതിൻ്റെ സൈൻ എന്താ, പ്ലസ്. അപ്പോൾ ഇയാൾക്കും പ്ലസ് ഇവിടെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനും ഇടണം, +1/4 കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക. സിമ്പിളല്ലേ. അപ്പോൾ ഈ ഒരു റൂൾ വെച്ചാൽ നമ്മൾ പഠിച്ചാൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് സിക്സ്ത് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചെയ്യാം. സിക്സ്ത് പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് -3/4 + 1/2. നമ്പറിനൊന്നും മാറ്റില്ല, സൈൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, വലിയ നമ്പർ എടുക്കുക, 3/4 അല്ലേ വലുത്, അതിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. അപ്പോൾ 3/4 നിന്ന് 1/2 പോയാൽ 1/4 തന്നെ കിട്ടും. വലിയ ആളുടെ സൈൻ ഏതാ ഇതിൽ, ഇതാരാ വലുത്, 3/4, അയാളുടെ സൈൻ ആരാ, സൈൻ ഏതാ, മൈനസ്, അതവിടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് അവിടെ ആൻസർ. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ രണ്ട് നമ്പറുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വരികയാണെങ്കിൽ രണ്ട് നമ്പറുകളുടെ സൈനുകൾ ഡിഫറൻ്റ് ആണോ നിങ്ങൾ നോക്കുക. സൈനുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ വലിയ നമ്പർ നോക്കി അതിൽ നിന്ന് ചെറിയ നമ്പറിനെ കുറച്ച് ആ കിട്ടുന്ന ആൻസറിന് ആ വലിയ നമ്പറിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സൈൻ ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ, അത്രേ ചെയ്യണ്ടൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് സെറ്റ് പ്രോബ്ലം ഇതേ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വേറൊരു റൂൾ വെച്ചിട്ട് ചെയ്യാണ്ട്, അപ്പോൾ ഈ റൂൾ നന്നായിട്ട് സെറ്റാക്കി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് മാറാണ്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലാസ്റ്റ് എക്സസൈസാണ്, പേജ് നമ്പർ 100 വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് അതിൽ വരുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഇത്രയാണ് പറയുന്നത്, അതായത് രണ്ടും മൈനസ് വന്നാൽ, ഇപ്പം നമ്മൾ ഒരു രണ്ടും ഡിഫറൻറ്റ് സൈൻ വന്നാലുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇനി -4ഉം -3ഉം വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ മൈനസ് അല്ലേ, അതായത് -4ൽ നിന്ന് നമ്മൾ -3 കുറയ്ക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന്, അപ്പം ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈനസിനെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താവും, ഇത് 4 ആവും, ഇത് മൈനസ് പുറത്തെടുത്താൽ ഇത് പ്ലസ്, ഇത് 3 എന്നാവില്ലേ, ഇങ്ങനെയല്ല ആവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ഇത് രണ്ടും ആഡ് ചെയ്ത ആൻസർ 7, ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മൈനസാണ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണലോ സബ്ട്രാക്ഷനോ, ഇപ്പോൾ ഇത് സബ്ട്രാക്ഷനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരണമെങ്കിൽ രണ്ടിൻ്റെ നമ്പറിനും മൈനസ് സൈൻ ആണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ആഡ് both numbers, put negative sign, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ റൂള്. അപ്പോൾ നമ്മൾ രണ്ടും ഡിഫറെൻറ്റ് സൈൻ വന്നാൽ എന്താ പഠിച്ചത്, ബിഗ് മൈനസ് സ്മോൾ, പുട്ട് സൈൻ ഓഫ് ദ ബിഗ് നമ്പർ
അല്ലേ? അത് ക്ലിയർ ആയല്ലോ. ഇനി വരുന്നത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, രണ്ട് നമ്പേഴ്സിനും എന്താണ് മൈനസുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ട് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, രണ്ട് നമ്പർ ആഡ് ചെയ്യാം. പക്ഷേ ആൻസറിന് നമ്മൾ മൈനസ് സൈൻ ഇടാം. ഇപ്പോൾ രണ്ടും സെയിം മൈനസ് സൈനുകളാണെങ്കിൽ ആൻസർ എപ്പോഴും മൈനസിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറും കൂട്ടുക, ആൻസറിന് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പിന്നിൽ നമ്മൾ ചെയ്യേണ്ട ഈ തിയറി ഇതാണ്. -x-y ഫോമിൽ വന്നാൽ മൈനസ് ഔട്ട് സൈഡ് എടുക്കുക, x+y. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ തിയറി ആയിട്ട് പറയുന്ന പോയിൻറ്റ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സൊക്കെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു റൂള് ഓർത്ത് ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന വേറൊരു കാര്യമാണ് രണ്ടും പ്ലസ് ആണെങ്കിലോ എന്ന്, അല്ലേ? രണ്ടും പ്ലസ് ആണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന കാര്യമല്ലേ, നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടും പ്ലസ് എന്ന് പറഞ്ഞാൽ 3+7 നമ്മൾ എപ്പോഴും ചെയ്യണതല്ലേ. എന്താ 10 + 4 രണ്ടും പ്ലസ് അല്ലേ 14. അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ 3 ടൈപ്പാണ് പഠിക്കുന്നത്. അതായത് രണ്ടും പ്ലസ് വന്നാൽ ഇതുപോലെ, അത് നമ്മൾ യൂഷ്വലി ചെയ്യണ കാര്യമാണ്. പ്ലസ്സിൽ തന്നെയാണ് ആൻസർ വരിക. ഇനി രണ്ടും മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടും ഡിഫറൻറ്റ് വന്നാലോ? അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. രണ്ടും ഡിഫറൻറ്റ് സൈൻ, -7 +10 അങ്ങനെ വന്നു. അതായത് ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്സും വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വലുതീന്ന് ചെറുത് മൈനസ് ചെയ്യുക, ബിഗ് മൈനസ് സ്മോൾ, എന്നിട്ട് ബിഗിൻ്റെ സൈൻ ഇടുക. പുട്ട് സൈൻ ഓഫ് ബിഗ് നമ്പർ. ഓക്കെ, അതായത് ഇവിടെ വരുമ്പോൾ വലുതിന് ചെറുത് കുറയ്ക്കുക, 10-ൽ നിന്ന് 7 കുറയ്ക്കുക. അതാദ്യം ചെയ്തു നമ്മൾ. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. വലുതാരാ? 10 അതിൻ്റെ ചിഹ്നം പ്ലസ്, അതവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പാണ് നിങ്ങളിതിൽ പഠിച്ചു വെക്കേണ്ടത്. ഈ ടൈപ്പ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്നതാണ്. രണ്ടും പ്ലസ് വന്നാൽ നമുക്ക് ആൻസർ പ്ലസ്സിൽ വരുന്ന അറിയാവുന്നതാണ്, അല്ലേ? ഇനി രണ്ട് മൈനസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പറുകൾ കൂട്ടുക, മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, രണ്ട് മൈനസ് വന്നാൽ എപ്പോഴും ആൻസർ മൈനസിലായിരിക്കും കേട്ടോ. രണ്ടും നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം മൈനസ് ഇട്ട് കൊടുക്കാൻ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നമ്പർ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കിയേ, -3 ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ -3. ഇതിങ്ങനെ പോയി ഇവിടെ ഒരു -7 വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ -3യുടെ കൂടെ -7 ആഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ -3 കഴിഞ്ഞ് -3 അതിൻ്റെ കൂടെ ഈ -7 കൂടെ ആഡ് ചെയ്യുമ്പോൾ -10 ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം. അപ്പോൾ ഞാൻ നമ്പർ ലൈനിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ ഒരു റൂളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. രണ്ടും മൈനസിൽ വന്നെങ്കിൽ, രണ്ട് നമ്പേഴ്സിന് മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പേഴ്സുകൾ ആഡ് ചെയ്യുക, ആൻസറിന് എന്നിട്ട് മൈനസ് സൈൻ കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ആ ലാസ്റ്റ് എക്സസൈസിലെ പേജ് നമ്പർ 100 വരുന്ന ആ പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. ഇത് വളരെ സിമ്പിളായിട്ട് ഇത്രയും രണ്ട് റൂളുകൾ മനസ്സിരുത്തി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് എക്സസൈസിലെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് -3 - 1 എന്നാണ് കേട്ടോ. -3 - 1 നോക്കിയേ, നമ്മൾ പഠിച്ച പോലെ രണ്ടും ഡിഫറൻസ് ആയി അല്ലേ, സബ്ട്രാക്ഷനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ മൈനസിനെ പുറത്തെടുത്ത് ബാക്കി എന്ത് വരും? 3 + 1 വരും അല്ലേ. മൈനസ് പുറത്തെടുക്കുമ്പോൾ 3യുടെ മൈനസ് പോയപ്പോൾ അത് +3 ആയി, ഈ മൈനസും പുറത്തെടുത്തപ്പോൾ അത് +1 ആയി, അപ്പം -4. ഇനി ഞാൻ പറഞ്ഞെന്ന റൂൾ എന്താണ്? രണ്ട് മൈനസ് വരികയാണെങ്കിൽ ആഡ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, പുട്ട് നെഗറ്റീവ് സൈൻ. ഇതാണ് ഞാൻ പറഞ്ഞ റൂള്. ഇതും ഓർത്ത് വെച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഈ 3 ഒന്നും കൂടി കൂട്ടി മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. രണ്ട് മൈനസ് വന്നാൽ ആൻസർ എപ്പോഴും മൈനസിലായിരിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ, ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഈ റൂൾ ഉപയോഗിച്ച് നേരിട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അടുത്ത് നോക്കിയാൽ -9 + 4. ഇത് രണ്ടും നിങ്ങൾ നോക്കണം, ഇത് രണ്ടും സെയിം മൈനസ് ആണോ? അല്ല, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്സാ. ഇവിടെ ഏത് റൂളാണ് വരിക? ബിഗ് മൈനസ് സ്മോൾ, പുട്ട് സൈൻ ഓഫ് ബിഗ് നമ്പർ അല്ലേ, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കി, വലുതിന് ചെറുത് കുറയ്ക്കാം. ബിഗ് 9 ഞാൻ 4 കുറച്ചു, അപ്പോൾ 5 കിട്ടി. ഇനി വലുതിൻ്റെ ചിഹ്നം ഏതാ? ബിഗിൻ്റെ സൈൻ മൈനസാണ്, മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം നമ്പേഴ്സുകളുടെ സൈനുകൾ എങ്ങനെയാണ് വരുന്നത്. രണ്ട് മൈനസ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കുക, ഒരു മൈനസ് ഒരു പ്ലസ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കുക. രണ്ടും പ്ലസ് ആണെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ പ്ലസ് ആണെന്ന്, അത് പിന്നെ പറയേണ്ട കാര്യമില്ല അല്ലേ. ഇനി തേർഡ് പ്രോബ്ലം എന്താ നോക്കിയേ, -10 - 4. നോക്കി, രണ്ടും മൈനസാണ്. അപ്പോൾ ഇത് വേണമല്ലേ ഉപയോഗിക്കാൻ. നമ്പറുകൾ ആഡ് ചെയ്യുക. അപ്പോൾ 10ൻ്റെ കൂടെ 10 + 4 14, മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ,
എപ്പോഴും മൈനസിലാണ്. രണ്ട് മൈനസുകളാണെങ്കിൽ ആൻസർ എപ്പോഴും മൈനസിൽ തന്നെ ആയിരിക്കും. ഇനി ഫോർത്ത് വൺ, -7 -8. ഇതും ഈ റൂൾ തന്നെയാണ് വരുന്നത് അല്ലേ? അതായത് രണ്ടും മൈനസല്ലേ വന്നിരിക്കണേ. അപ്പോൾ എന്താ, രണ്ടും നമ്പേഴ്സുകൾ കൂട്ടുക. അപ്പോൾ 15 കിട്ടും അല്ലേ? 8ഉം 7ഉം കൂട്ടിയാൽ നമുക്ക് 15 കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? കൺഫ്യൂഷനൊന്നും വേണ്ട, ഇവിടെ ആരുടെ ചിഹ്നം നോക്കാനൊന്നും പോകണ്ട. രണ്ടും മൈനസാണെങ്കിൽ ആൻസർ എപ്പോഴും മൈനസിലായിരിക്കും. ഇനി അഞ്ചാമത്തെ പ്രോബ്ലം -1 -1. എന്താണ്? രണ്ടും മൈനസിലാണ്. നമ്പറുകൾ കൂട്ടുക, ഒന്നൊന്നും കൂട്ടിയ 2, മൈനസ് ഇട്ട് കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി സിക്സ്ത് പ്രോബ്ലം എന്താ? സിക്സ്ത് പ്രോബ്ലം പറഞ്ഞിട്ട് -10ഉം +20. നോക്കിയേ, ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. അപ്പോൾ ഇത് ഈ റൂൾ വേണം ഉപയോഗിക്കാൻ. വലുതെടുക്കുക, അതിന് ചെറുത് കുറയ്ക്കുക. 20ൽ നിന്ന് 10 കുറയ്ക്കുക. നമ്പേഴ്സ് കുറയ്ക്കുക, അപ്പോൾ 10 കിട്ടി. ഇനി വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഇവിടെ 10ആണോ 20ആണോ വലുത്? 20ആണ് വലുത്. 20ൻ്റെ ചിഹ്നം ഏതാ? പ്ലസ് ആണ്. അപ്പോൾ ഇയാളും പ്ലസ്. ഓക്കെ. അടുത്ത ഏഴാമത്തെ പ്രോബ്ലം നോക്കിയേ, 8 - 12. ഇതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ പ്ലസ്സും ഇയാൾ മൈനസും അല്ലേ? ഇവിടെ ചിഹ്നം ഒന്നും ഇട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്ലസ് ആണ്. അപ്പോൾ രണ്ടും ഡിഫറൻസ് അതിനല്ലേ വന്നിക്കണേ. അപ്പോഴും നമ്മൾ ഈ റൂളാണ് ഉപയോഗിക്കേണ്ടത്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. 12ൽ നിന്ന് 8 കുറയ്ക്കുക, 4. വലിയ ആളുടെ ചിഹ്നം ഏതാ? -4 ആണ് ആൻസർ. അടുത്തത് എട്ടാമത്തെ പ്രോബ്ലം 1.5 -1.5 -7.5. ഓക്കെ, 1.5 നിന്ന് 7.5 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്ലസ്, ഇത് മൈനസ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഈ റൂളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 7ൽ നിന്ന് നമ്മൾ 1.5 കുറച്ച് എത്രയാണ്? 1/2 പോയി 1/2 പോയി അല്ലേ? പിന്നെ 7ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 6. അപ്പോൾ 7ൽ നിന്ന് 1.5 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ? ഇതൊക്കെ മൈൻഡിൽ കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ മാർക്കൊക്കെ കൂട്ടി നല്ല പരിചയമുള്ളവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 7ൽ നിന്ന് 1.5 കുറയ്ക്കുക, അല്ലെങ്കിൽ 1/2 നിന്ന് 1/2 കുറച്ച് പിന്നെ ബാക്കിയൊന്നുമില്ല. ഇനി 7ൽ നിന്ന് 1 കുറച്ച് 6, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 6 കിട്ടി. ഇനി വലുതിൻ്റെ ചിഹ്നം ഏതാ? 7ൽ എവിടെ വലുത്? മൈനസാണ് അല്ലേ? 7.5യുടെ ചിഹ്നം. അപ്പോൾ -6. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പ്രോബ്ലം 9. ഒമ്പതാമത്തെ പറയുന്നത് -25 -3 and 1/2 എന്ന് വെച്ചാൽ 3.5. അപ്പോൾ ഇതിലെന്താ വന്നിരിക്കണേ? 22 മൈനസാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 2 നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഉത്തരത്തിന് ആൻസറിന് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 കൂടെ ആഡ് ചെയ്ത് 25ൻ്റെ കൂടെ ആദ്യം നമുക്ക് ഈ 3 ആഡ് ചെയ്യാം. അപ്പോൾ 28 ആയി അല്ലേ? 28. പിന്നെ ഒരു ഹാഫ് അല്ലേ? അപ്പോൾ 28.5 എന്ന് വരും. ഇനി മൈനസ് സൈൻ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കാരണം എന്താ? 2 മൈനസിലാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ 10th ക്വസ്റ്റ്യൻ നോക്കാം. അത് -1/2 -1/4 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ -1/2 -1/4. ഇത് നമുക്കറിയാം, ഹാഫ്, ഇത് ക്വാർട്ടർ. അപ്പോൾ ഹാഫും ക്വാർട്ടറാണ് നമുക്ക് വന്നിരിക്കുന്നത്. രണ്ടും മൈനസിലാണ് വന്നിരിക്കുന്നത്. രണ്ടും മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്? 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, ആൻസറിൽ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഹാഫും ഒരു ക്വാർട്ടറും ആഡ് ചെയ്താൽ 3/4 അല്ലേ നമുക്ക് കിട്ടുക? നമുക്ക് മാർക്ക് ആഡ് ചെയ്ത് പരിചയമുള്ളതല്ലേ? ഒരു അരയുടെ കൂടെ ഒരു കാല് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3/4 കിട്ടും. ഇനി ഒന്നും ചെയ്യാനില്ല, മൈനസ് ഇട്ട് കൊടുക്കുക, കാരണം 2 മൈനസിലാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് 11th പ്രോബ്ലം. 11th ക്വസ്റ്റ്യൻ നോക്കിയേ. 11th പ്രോബ്ലം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് -2.5 -1.5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ? 2 മൈനസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ എന്ത് ചെയ്യുക? 2 നമ്പറുകളും ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. നോക്കിയേ, 2.5 പിന്നെ ഒരു 1.5 ആഡ് ചെയ്യാനുള്ളത്. 2.5 1.5 നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കായി? 4 മാർക്കായി അല്ലേ? കാരണം 2 1 ആഡ് ചെയ്താൽ 3, പിന്നെ ഒരു അര ആഡ് ചെയ്താൽ 1 അല്ലേ? അപ്പോൾ 4. ഇനി മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക, -4. ഓക്കെ, ക്ലിയർ ആയില്ലേ? സിമ്പിളാണ് കേട്ടോ. ഇനി 12th വൺ നമുക്ക് ചെയ്യാനുള്ളത് -3.5 +3.5. അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടും ഡിഫറൻസ് സൈനാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? ബിഗ് മൈനസ് സ്മോൾ. പക്ഷേ ഇവിടെ രണ്ടും സെയിം നമ്പറാണ്, അതുകൊണ്ട് ബിഗും സ്മോളൊന്നും നോക്കാനില്ല. സെയിം നമ്പർ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, അതെന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം വലുതിന് ചെറുത് കുറച്ചാൽ 3.5 3.5 കുറയ്ക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സെയിം നമ്പറുകളിൽ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആയി അത് 0. അതിപ്പോൾ നമ്മളോട് വേറെ ഇതന്നെ പറയണമെന്നൊന്നുമില്ല, നമുക്ക് അറിഞ്ഞൂടെ? -1 + 1 രണ്ടും ഒരേ സൈൻ. അപ്പോൾ വലുതിന് ചെറുത് നോക്കിയെന്ന് പറഞ്ഞാൽ 1 1 കുറച്ച്, അപ്പോൾ അത് 0 തന്നെയല്ലേ വരിക. അപ്പോൾ ഒരേ നമ്പറുകൾ ഡിഫറൻറ്റ് സൈനിൽ വന്നാൽ അതൊക്കെ 0 ആയിരിക്കും. ഇപ്പോൾ
1000 പ്ലസ് 1000 എന്ന് വന്നാൽ അത് 0 ആണ്. കാരണം സെയിം നമ്പർ ഡിഫറൻറ്റ് സൈൻ അല്ലേ, 0 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു 2 റൂള് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതിലെല്ലാ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.